ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയാ. തേജോ വാര്യമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 17-ാമത്തെ അധ്യായമാണ്. അതിൽ 27-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ഇവിടെ വായിക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം നമ്പർ 27. ശോചത്യശ്രുകലാസാധീദുർഭഗേവോഞ്ചിതാ സതി അബ്രഹ്മണ്യാ നൃപവ്യാജ ശൂദ്ര. ശ്ലോകം നമ്പർ 26 ഹരേ കൃഷ്ണ. 26. ഇയം ച ഭൂർഭഗവതാ ന്യാസിതോരുഭരാ സതി ശ്രീമൽഭിസ്തൽപദന്യാസൈ സർവതകൃതകൗതുകാ. ഇയം ച ഭൂർഭഗവതാ ന്യാസിതോരുഭരാ സതി ശ്രീമൽഭിസ്തൽപദന്യാസൈ സർവതസ്വകൃതകൗതുകാം. ഇയം ച ഭോः ഭഗവതാ ന്യാസിതാ ഉരുഭരാ സതി ശ്രീമൽഭി തൽപദന്യാസൈഃ സർവതഃ കൃതകൗതുക. ഇവിടെ വ്യാഖ്യാനത്തിൽ വിവർത്തനത്തിൽ ശീല പ്രഭുപാദർ പറയുന്നു, ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ, പിന്നെ ഭഗവാന്റെ കൂടെ വന്നിട്ട് ഭഗവാന് സഹായികളായിട്ട് വന്നിട്ടുള്ള ഭഗവാന്റെ പുത്രന്മാർ യാദവ സൈന്യങ്ങൾ, അതുമാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ, അങ്ങനെ ഇവരെല്ലാവരും ഒന്നിച്ച് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു. അതിനനുസരിച്ച് ഈ ഭൂമിയുടെ ഭാരം വളരെയധികം കുറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താ ഏറ്റവും വലിയ ഭാരം? ദുഷ്ടന്മാരാണ് ഭൂമിക്ക് ഏറ്റവും വലിയ ഭാരം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭൂമിയുടെ ഭാരം വളരെയധികം ലഘൂകരിക്കപ്പെട്ടു ഭഗവാന്റെ അവതാരം കാരണം എന്നാണ്.
അപ്പോൾ ഭഗവാൻ ഇവിടെ ഭഗവാൻ ഇവിടെ സാന്നിധ്യം ചെയ്ത സമയത്ത് ഭഗവാൻ ശ്രീമൽഭി സ്ഥൽപധന്യാസൈ ഭഗവാന്റെ ധ്വജ സരോരുഹം മുതലായ ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ തൃപാദപത്മങ്ങൾ ഭഗവാൻ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ ഭൂമിക്ക് അത് അലങ്കാരമായി മാറി എന്നാണ് ഇവിടെ ഈ ഭൂമിദേവി, അതായത് പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവി പറയുന്നത് എന്നാണ്. 27ാമത്തെ ശ്ലോകം. ശോചത്യശ്വകലാസാധി ദുർഭഗേവോഞ്ചിതാ സതി അബ്രഹ്മണ്യാ നൃപവ്യാജാഃ ശൂദ്രാ ഭോക്ഷ്യന്തി മാമിതി. ശോചത്യശ്രുകലാസാധി ദുർഭഗേവോഞ്ചിതാ സതി അബ്രഹ്മണ്യാ നൃപവ്യാജാ ശൂദ്രാ ഭോക്ഷ്യന്തി മാമിതി. അതായത് ശോചതി അശ്രുകല സാധി ദുർഭഗ ഇവ ഉജ്ജിത സതി അബ്രഹ്മണ്യ നൃപവ്യാചാഃ ശൂദ്രാ ഭോക്ഷ്യന്തി മാം ഇതി. അതായത് ഭൂമിദേവി ഇപ്പം ഭഗവാൻ ഉപേക്ഷിച്ചപ്പോൾ ഭൂമി എന്തായി? ഒരു സംരക്ഷിക്കാൻ ആൾ നിരാലംബയായിട്ട് മാറി എന്നാണ്. അങ്ങനെ ഭൂമി അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട് ആ കണ്ണീരോടുകൂടി നിൽക്കുകയാണ് ഈ ഭൂമിദേവി. കാരണം എന്താണ്? തൻ്റെ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു ഭാവിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണീരോടുകൂടി വിലപിക്കണം എന്നാണ്. പിന്നെ ഭരണാധികാരിയായി നടിക്കുന്ന രാജാവിനെ പോലെ വേഷം ധരിച്ചിട്ട് ഉള്ള ആ ശൂദ്രൻ, കപടവേഷം ധരിച്ച ശൂദ്രൻ എന്ത് ചെയ്യുന്നു? അവളെ ഉപദ്രവിച്ച്, സാഡിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അവൾ ഈ ഭൂമിയെ, ഈ പശുവിനെ ഉപദ്രവിച്ചിട്ട്, കാളയെ ഉപദ്രവിച്ചുകൊണ്ട് അവർ ആനന്ദം അനുഭവിക്കുക. അങ്ങനെ മറ്റുള്ളവരെ ദുഃഖം കണ്ട് ആനന്ദിക്കുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, മാതൃകയാണ് ഈ കലിപുരുഷൻ എന്നാണ്. എന്നിട്ട് ഭൂമിയെ ഭരിക്കുക, അതിനെ തൻ്റെ സ്വാധീനത്തിലാക്കാൻ ശ്രമിക്കുക എന്നാണ്. വാസ്തവത്തിൽ ക്ഷത്രിയരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ തൻ്റെ രാജ്യത്തിന് വേണ്ട വിധത്തിൽ അവർക്ക് സംരക്ഷണം കൊടുത്ത് ഭരിക്കേണ്ട, സാന്ത്വനവും കൊടുത്ത് ഭരിക്കേണ്ട ആളാണ് ക്ഷത്രിയൻ എന്നാണ്. അപ്പോൾ പരിശീലനം സിദ്ധിക്കാത്ത നീച കുലത്തിൽ ജനിച്ചിട്ടുള്ളവരെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവരെ രാജ്യത്തിൻ്റെ അധികാര സ്ഥാനത്ത് ഇരുത്തിക്കഴിഞ്ഞാൽ അതോ വോട്ടിൻ്റെ പിൻബലത്തിൽ അവർ നിൽക്കുന്നതെന്നാണ്. അങ്ങനെ അത് വരുന്ന സമയത്ത് ആ ക്ലേശിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്തിനു പറയണോ, ഭരണാധികാരികൾക്ക് അവരവർ ജീവിക്കാൻ വേണ്ട ആനന്ദം അനുഭവിക്കാൻ വേണ്ടി ഉള്ള ആ വസ്തുക്കളെല്ലാം ഭരണാധികാരികൾക്ക് കൈമാറേണ്ടതായിട്ട് വരണം. അങ്ങനെ വരുന്ന നിയമവിരുദ്ധമായിട്ട് അവർ അത് സ്വയം സ്വീകരിക്കും, നികുതി എന്നുള്ള പേരിൽ. അപ്പോൾ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഓർത്തുകൊണ്ട് ഭൂമിദേവി വിലപിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രീമൽ ഭാഗവതത്തിൻ്റെ പ്രബോധനങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതോടുകൂടെ അവർക്ക് യഥാർത്ഥത്തിലുള്ള ബോധവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ അഴിമതി, കൊള്ള മുതലായിട്ടുള്ള അതുകൊണ്ട് വരുന്ന സങ്കീർണമായ അന്തരീക്ഷത്തിനെ ഇല്ലാതാക്കി തീർത്തിട്ട് സമാധാനകരമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ അതിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. 28ാമത്തെ ശ്ലോകം. ഇതി ധർമ്മം മഹ്യം ജൈവ സാന്ത്വയിത്വാ മഹാരഥ നിശാതമാദതേ ഖഡ്ഗം കലയേ ധർമ്മഹേതവേ. ഇതി ധർമ്മം മഹ്യം ച ഏവ സാന്ത്വയിത്വാ മഹാരഥ നിശാതം ആദതേ ഖഡ്ഗം കലയേ അധർമ്മഹേതവേ. അതായത് ഈ പരീക്ഷിത മഹാരാജാവ് എങ്ങനെയുള്ള ആളാണ്? 1000 ശത്രുക്കളോട് ഒരേ സമയം യുദ്ധം ചെയ്യാനും അതിൽ വിജയിക്കാനും കഴിവുള്ള, ഏകനായി യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ് പരീക്ഷിത് മഹാരാജാവ്. അപ്പോൾ അങ്ങനെയുള്ള മഹാരാജാവ് തൻ്റെ ധർമ്മദേവനെയും, കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മദേവനെയും പിന്നെ
പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവിയെയും സമാധാനിപ്പിച്ചു എന്നാണ്. എന്നിട്ട് ഇതിനൊക്കെ കാരണമായി നിൽക്കുന്ന കലിയാണ് ശൂദ്രൻ്റെ രൂപത്തിൽ വാള് കയ്യിലേന്തി നിൽക്കുന്നത്. അപ്പോൾ ആ കലിയെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അതിഭയങ്കരമായിട്ടുള്ള മൂർച്ചയുള്ള ഒരു വാള് കയ്യിലെടുത്തു വെട്ടിക്കൊല്ലാനായിട്ട് എന്നാണ്. പരീക്ഷിത്ത് മഹാരാജാവ് വളരെയധികം പ്രഭാവമുള്ള ഉത്തമനായിട്ടുള്ള ഭരണാധികാരി ആയതുകൊണ്ട് ഈ കലിയെ കൊല്ലാൻ മഹാരാജാവ് തയ്യാറായി എന്നാണ്. ഭരണാധികാരികൾ അഴിമതിക്കെതിരായി നടപടി എടുക്കുമെന്ന് വെറുതെ പ്രതിജ്ഞ ചെയ്താൽ മാത്രം പോരാ, അത് പരിപാലിക്കും കൂടി വേണം. അഴിമതി തുടച്ചു നീക്കും എന്നൊക്കെ വെറുതെ പറയാ എന്നല്ലാതെ അഴിമതി നീങ്ങണില്ല അവിടെ. അഴിമതി നീക്കാനായിട്ട്, തുടച്ചു നീക്കാനായിട്ട് അതിന് പ്രഭാവത്തോടു കൂടെ ഒരാൾ ഒരുങ്ങി പുറപ്പെട്ടാൽ ശരിക്കും സാധിക്കും. അതാ പറയണത്. ഇപ്പോൾ മദ്യശാലകൾ അനുവദിക്കുക, ചൂതാട്ടത്തിനുള്ള ശാലകൾ അനുവദിക്കുക, വേശ്യാത്തരവുകൾ അനുവദിക്കുക, അങ്ങനെയുള്ളൊരു നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഭരണാധികാരിക്ക്, ഭരണകൂടത്തിന് എവിടെയും ആർക്കും സമാധാനം കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ്. പരീക്ഷിത്ത് മഹാരാജാവ് മാതൃക കാട്ടി തന്നതുപോലെ കലിയുടെ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടുവാനുള്ള മാർഗമാണ് ഇത് എന്നാണ്. എന്താണ് വാസ്തവത്തിൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം കലിസന്ധരണോപനിഷത്ത്, സത്സംഗം. ഇതുകൊണ്ടാണ് കലിയെ നമുക്ക് നേരിടാൻ സാധിക്കുക. ഭഗവാന്റെ കലി നമുക്ക് പ്രവേശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ തിരുനാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ ഹരിനാമകീർത്തനം, അതേപോലെ ജ്ഞാനപ്പാനയൊക്കെ പാടാൻ നമ്മൾ മഹാകേമന്മാരാണ്. പക്ഷേ അത് അനുസരിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല എന്നാണ്. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ പൂർണ്ണമായും സംരക്ഷിക്കും. ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാൻ തിരുനാമം ജപിക്കാൻ സാധിച്ചാലോ ഏത് ആപത്തുകളെയും പ്രതിസന്ധികളെയും നേരിടാൻ ആത്മധൈര്യം തരാൻ ഈ നാമം മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് 29ാമത്തെ ശ്ലോകം, നമ്പർ 29. തം ജിഘാംസുമഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തൽപാദമൂലം ശിരസാ സമഗാത് ഭയവിഹ്വലാം. പരീക്ഷിത്ത് മഹാരാജാവ് ഈ കലിയെ കൊല്ലാനായിട്ട്, കലയെ അധർമ്മം ചെയ്യാൻ അത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന കലിയെ കൊല്ലാനായിട്ട് അരയിൽ നിന്ന് വാള് വലിച്ചൂരി എന്നാണ്. അപ്പോൾ തം ജിഘാംസും അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തൽപാദമൂലം ശിരസ സമഗാൽ ഭയവിഹ്വല. രാജാവ് ഇപ്പം കലിയെ കൊല്ലുമെന്നുള്ള അവസ്ഥ വന്നു. ഇത് കലിക്ക് മനസ്സിലായി. കലി വളരെ ഭയത്തോടു കൂടിയിട്ട് പേടിച്ച് തൻ്റെ ആ രാജാവിൻ്റെ എല്ലാവിധത്തിലുള്ള ചിഹ്നങ്ങളും വേഷഭദ്രതകളൊക്കെ ഉപേക്ഷിച്ചിട്ട് ശിരസ് കുനിച്ച് മഹാരാജാവിൻ്റെ പാദത്തിൽ കീഴടങ്ങി മഹാരാജ. വാസ്തവത്തിൽ ഈ കലിയുടെ വേഷം കൃത്രിമമായിട്ടുള്ളതാണ്. ശരിക്കും ഒരു ക്ഷത്രിയനാണെങ്കിൽ എന്താ ചെയ്യുക? പൊരുതി മരിക്കുക, അല്ലെങ്കിൽ പൊരുതി ജയിക്കുക. യുദ്ധം ചെയ്ത് ജയിക്കുക, യുദ്ധം ചെയ്ത് തോൽക്കുക. ഈ രണ്ടുമല്ലാതെ ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ ധർമ്മമല്ല എന്നാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കീഴടങ്ങി നമസ്കരിക്കുന്നത് ഒരു ഭീരുവിൻ്റെ സമ്പ്രദായമാണ്. അപ്പം തന്നെ അറിയാൻ സാധിക്കും ഈ കലിയുടെ മുമ്പിൽ, മഹാരാജാവിൻ്റെ മുമ്പിൽ യുദ്ധം ചെയ്യാൻ തനിക്ക് കഴിവില്ല എന്ന് കലിക്ക് മനസ്സിലായി. അപ്പോൾ കപടവേഷധാരിയായിട്ടുള്ള ആ കലി എന്തു ചെയ്തു? തൻ്റെ രാജാവിൻ്റെ ഒരു ദാസനെ, ആജ്ഞാനുവർത്തിയെ പോലെയാണ് ശിരസ് കുനിച്ചു വണങ്ങി തൻ രാജകീയ വേഷം ഉപേക്ഷിക്കുകയും ചെയ്തു. അതാണ് അടുത്ത ശ്ലോകം, 30ാമത്തെ ശ്ലോകം. പതിതം പാദയോർവൈരാ കൃപയാ ദീനവത്സല ശരണ്യോ നാവധീൻ ശ്ലോക്യ ആഹചേതം ഹസന്നിവ. പതിതം പാദയോ വീര കൃപയാ ദീനവത്സല
ശരണ്യ ന അവധിയിൽ ശ്ലോക്യ ആഹ ച ഇദം ഹസൻ ഇവ. അതായത് അഭയം പ്രാപിച്ചവർക്ക് അവരെ സ്വീകരിക്കാൻ തക്ക യോഗ്യത പരീക്ഷിത്ത് മഹാരാജാവിനുണ്ട്. മാപ്പ് നൽകാൻ ഉള്ള മനസ്സിൻ്റെ ആ വിശാലതയും മഹാരാജാവിനുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച്. പാവങ്ങളോട് അത്യന്തം ദയവുള്ള ആളാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ അധപ്പതിച്ച ആളാണ് ഈ കലി. തന്നെ ശരണം പ്രാപിച്ച കലിയെ വധിക്കാതെ ആ കലിയോട് പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു. ഇതൊരു വീരൻ്റെ സമ്പ്രദായമാണ് എന്നാണ്. ഒരു സാമാന്യ ക്ഷത്രിയൻ പോലും തന്നെ ഒരു വ്യക്തി കീഴടങ്ങിയാൽ ആ ആളെ കൊല്ലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃപയുള്ളത്, കരുണ ഉള്ള, പാവങ്ങളോട് ദയുള്ള പരീക്ഷിത്ത് മഹാരാജാവ് അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പരീക്ഷിത്ത് മഹാരാജാവ് അത്രയും ദയാലുവാണ്, കൃപയുള്ള ആളാണ്. പിന്നെ കപടവേഷധാരിയായിട്ടുള്ള കലി താൻ നീചകുലജാതനാണ്, ശൂദ്രനാണെന്ന് സത്യം വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ തനിക്ക് കീഴടങ്ങും ചെയ്തു. അതുകൊണ്ടാണ് കലി മഹാരാജാവ് ഇദ്ദേഹത്തിനെ കൊല്ലേണ്ട ആവശ്യമില്ല എന്ന് മഹാരാജാവിന് മനസ്സിലായി. പരീക്ഷിത്ത് മഹാരാജാവ് കലിയെ വരച്ച വരയിൽ നിർത്തി തൻ്റെ കരുണ കൊണ്ട് കലിയെ മഹാരാജാവ് വധിച്ചില്ല എന്നുള്ളത് കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത്. അവിടുത്തെ ഇതിഹാസത്തിൽ മഹാരാജാവിൻ്റെ കൃപയും മഹാത്മ്യവും ഇതിഹാസത്തിൽ വളരെയധികം ഇന്നും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ശത്രുവായാൽ പോലും കീഴടങ്ങുന്നവരെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിക്കുക എന്നുള്ള സ്വഭാവ മൂല്യം പരീക്ഷിത്ത് മഹാരാജാവിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ കലി രക്ഷപ്പെട്ടു, മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നു. പിന്നീട് നേ ഗുഡാകേശയശോധരാണാം ബദ്ധാഞ്ജലേർവൈ ഭയമസ്തി കിഞ്ചിൽ ന വർത്തിതവ്യം ഭവതാ കഥഞ്ചന ക്ഷേത്രേ മദീയേ ത്വമധർമ്മബന്ധു. നേ ഗുഡാകേശ യശഃധരാണാം ബദ്ധാഞ്ജലേഃ ഭയം വൈ ഭയം അസ്തി കിഞ്ചിൽ ന വർത്തിതവ്യം ഭവതാ കഥഞ്ചന ക്ഷേത്രേ മദീയേ ത്വം അധർമ്മബന്ധു. അപ്പോൾ മഹാരാജാവ് എന്ത് പറയണു? ഞാൻ അർജുനൻ്റെ കീർത്തി പിൻഗാമിയാണ്. അർജുനൻ്റെ കീർത്തി പ്രശസ്തിയുടെ പാരമ്പര്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കൂപ്പുകൈകളോടുകൂടെ എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള നിനക്ക് ജീവനെക്കുറിച്ചിട്ട് ഓർത്ത് നീ ഒരിക്കലും ഭയപ്പെടണ്ട. പിന്നെ എന്നാൽ അധർമ്മബന്ധുവായ എന്നെ ഞാൻ ഈ രാജ്യത്ത് താമസിക്കാൻ അനുവദിക്കില്ല. എൻ്റെ സാമ്രാജ്യത്തിൽ നിനക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ മഹാരാജാവിൻ്റെ സാമ്രാജ്യം എവിടെയൊക്കെ ഉണ്ട്? സപ്തദ്വീപവതി മഹി എന്നാണ് പറയണത്. സപ്തദ്വീപുകളുടെ മുഴുവൻ അധിപതിയാണ് പരീക്ഷിത്ത് രാജാവ്. അപ്പോൾ എവിടെ താമസിക്കാൻ സ്ഥലം? കലിക്ക്. ഇതാണ് സർവ്വവേദ അധർമ്മങ്ങളുടെയും മിത്രമായ കലി കീഴടങ്ങുന്നത് കൊണ്ട് മാപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ തൻ്റെ ഐശ്വര്യപൂർണമായ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തും കലിക്ക് താമസിക്കാനുള്ള അനുവാദം കൊടുത്തില്ല മഹാരാജാവ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശ്വസ്തരായ പ്രതിനിധികളായിരുന്നു അന്നുള്ള രാജാക്കന്മാർ മുഴുവൻ പാണ്ഡവന്മാരുടെ എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും പരീക്ഷിത്ത് മഹാരാജാവിനുണ്ട്. അതുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിനെ പോലുള്ള അദ്ദേഹത്തിന് പിൻഗാമികളും ലോകം ഭരിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ രാജാവിനെ പോലെ കർത്തവ്യബോധമുള്ള ഒരു രാജാവ്, പരീക്ഷിത്തിനെ പോലെ രാജാവ് പാണ്ഡവരുടെ സൽകീർത്തിയുടെ വിലയിൽ രാജ്യത്ത് അധർമ്മബന്ധുവിനെ വളരുവാൻ അനുവദിക്കുകയില്ല. ഒരിക്കലും അധർമ്മബന്ധുവായിട്ടുള്ള കലിയെ വളരാൻ അനുവദിക്കില്ല എന്നാണ്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താണ്? കലിയെ രാജ്യത്തിലേക്ക് കടക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത്.
അധർമ്മത്തിൻ്റെ മിത്രങ്ങളെ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കണം. അത് രാജ്യത്തെ തീർച്ചയായും അഴിമതി വിമുക്തമാക്കി തീർക്കും എന്നിവിടെ സൂചിപ്പിക്കുന്നു. അടുത്ത 32-ാമത്തെ ശ്ലോകം. ത്വാം വർത്തമാനം നരദേവദേഹേഷു അനുപ്രവൃത്തോയമധർമ്മപൂഗ ലോഭോ നൃതം ചൗര്യം അനാര്യമംഹോ ജ്യേഷ്ഠാചമായ കലഹശ്ച ദംഭ. ത്വാം വർത്തമാനം നരദേവദേഹേഷു അനുപ്രവൃത്തോയമധർമ്മപൂഗ. ത്വാം വർത്തമാനം നരദേവ ദേഹേഷു അനുപ്രവൃത്തഃ അയം അധർമ്മപൂഗഃ ലോഭഃ അനൃതം ചൗര്യം അനാര്യം അംഹഃ ജ്യേഷ്ഠ ച മായ കലഹം ച ദംഭഃ. അതായത് കലി പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കലിസത്വം എന്നാണ് അധർമ്മത്തെ നരദേവനായിട്ട് അഥവാ രാജാവായി വാഴാൻ അനുവദിക്കുന്ന പക്ഷം അധർമ്മത്തിന് ഇപ്പം കലി രാജാവാണെന്ന് വിചാരിക്കുക. അധർമ്മം രാജാവായി കഴിഞ്ഞാൽ അത്യാർത്തി, വഞ്ചകത്വം, അസത്യഭാഷണം, കൊള്ള, കവർച്ച, ധിക്കാരം, രാജദ്രോഹം, നിർഭാഗ്യം, കലഹം, അഭിമാനഗർവം, ഈ അധാർമിക തത്വങ്ങൾ നിശ്ചയമായിട്ടും അതൊക്കെ വർദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ്. നമ്മൾ മുമ്പേ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈരാഗ്യം, ബുദ്ധി, ദയ, സത്യസന്ധത ഇത് ഈ ധർമാനുശാസനങ്ങൾ എല്ലാവർക്കും അനുവർത്തിക്കുന്നതാണ്. അതിന് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ എന്നുള്ള വ്യത്യാസമില്ല എന്നാണ്. ധർമാനുശാസനങ്ങൾ അനുഷ്ഠിക്കാതെ നമ്മൾ ധർമ്മഭ്രഷ്ടനായി തീരേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരേ ഒരു മുഖ്യ ഉപായം എന്താണ്? ഹരേർ നാമാനുകീർത്തനം, സത്യനിഷ്ഠ എന്നത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം സത്യനിഷ്ഠയാണ് എന്നാണ്. സർവധർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അഥവാ ഭഗവത് പ്രീതിയാണ്. കലിയുഗത്തിൽ ഉള്ള ഒരു സൂത്രവാക്യം എന്താണ്? സങ്കീർത്തന യജ്ഞം എന്നാണ്. യജ്ഞം എന്ന് പറഞ്ഞ് ഈ യജ്ഞം എങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇത് അറിയുന്ന ആളുകളുടെ അഭിപ്രായം ഇതാണ്. ചൈതന്യ മഹാപ്രഭു ഈ യജ്ഞാനുഷ്ഠാനത്തിന് സങ്കീർത്തന യജ്ഞം എന്നുള്ള ആ പേര് അതിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. കലിയെ തുരത്താനും അതേപോലെ തന്നെ കലിസത്വത്തിനെ തുരത്താനും കലിയുഗത്തിൻ്റെ സ്വാധീന പ്രഭാവത്തിൽ കഷ്ടപ്പെടുന്ന മാനവരാശിയെ രക്ഷിക്കാനും എവിടെയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ ഒരു സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കാൻ സാധിക്കുമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ കലി എവിടെ ഉണ്ടോ, ഈശ്വരൻ എവിടെ ഉണ്ടോ അവിടെ കലിയില്ല. നാമം എവിടെ ഉണ്ടോ അവിടെ കലിയില്ല. അപ്പം നാമം ഭഗവാന്റെ ഈ തിരുനാമങ്ങൾ അത് എവിടെ ചൊല്ലണോ അവിടെ മുഴുവൻ പരിശുദ്ധമാക്കി തീർക്കും. തുളസി മാലയും നാമജപവും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ മാലയിൽ നാമം ജപിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കലിക്ക് പ്രവേശനമില്ല എന്നാണ്. എപ്പോഴാണോ നമ്മൾ ഒരു നിമിഷം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആ സമയത്ത് കലി നമ്മളെ ബാധിക്കും. അത് ഓർക്കേണ്ടതാണ്. ആചാര്യന്മാർ പറയാറുണ്ട് അത്. അപ്പോൾ ഈ ലോകത്ത് എവിടെയും നമ്മൾക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ആകാശത്തായാലും ഭൂമിയിൽ കൂടെ ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിലും അതേപോലെ ജലത്തിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിലും ഏത് അങ്ങാടിയിലാണെങ്കിലും ശരി, ഏത് വനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും റോഡിലാണെങ്കിലും പിന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ അതിൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എല്ലാ വർണ്ണാശ്രമധർമ്മികൾക്കും ജപിക്കാൻ പറ്റുന്ന അനുവർത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗമാണ് നാമസങ്കീർത്തന യജ്ഞം എന്നുള്ളത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ നാമജപം ആർക്കും അനുവർത്തിക്കാൻ എളുപ്പമുള്ളതാണ്. പക്ഷേ അത് എളുപ്പമാണെങ്കിലും അത് പ്രാക്ടിക്കലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിന് ഗുരുവരനുഗ്രഹേണൈവ, ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടെ മാത്രമേ അത് സാധിക്കുള്ളൂ. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 34-ാമത്തെ ശ്ലോകം. യസ്മിൻ ഹരിർ ഭഗവാനിദ്യമാന ഇദ്യാമൂർത്തിർയജതാംശം തനോതി കാമാന അമോഘാൻ സ്ഥിരജംഗമാന അന്തർബഹിർവായുരിവൈഷ ആത്മാ.
യസ്മിൻ ഹരിഹി ഭഗവാൻ യുജ്യമാനഃ യുജ്യ ആത്മമൂർത്തി യജതാം ശം തനോതി കാമാൻ അമോഘാൻ സ്ഥിരജംഗമാനാം അന്തഃ ബഹി വായു ഇവ ഏഷ ആത്മാ. സർവയജ്ഞങ്ങളിലും ഒരു പ്രത്യേക ദേവന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളിൽ പോലും പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്നു. എങ്ങനെ ആരാധിക്കുന്നു എന്ന് മനസ്സിലാവുക? ഏത് പൂജ കഴിഞ്ഞാലും പൂജയുടെ അവസാനത്തിൽ ഋഷി തൊട്ടിട്ട് അഷ്ടാക്ഷര മന്ത്രം ജപിക്കാറുണ്ട്. വല്ല ദോഷങ്ങൾ, മന്ത്രഹീനം, ക്രിയാഹീനം, എന്തെങ്കിലും ഈ മന്ത്രങ്ങൾക്കോ ക്രിയകൾക്കോ വല്ലതും പിഴവുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ അവിടുന്ന് അത് ശുദ്ധമാക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഭഗവാന്റെ തിരുനാമം അഷ്ടാക്ഷര മന്ത്രം ജപിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ കാമാനവഹം സ്ഥിരജംഗമാനം അന്തബഹി ഇവ ഏഷ ആത്മാ. കാരണം അതായത് സർവ്വയജ്ഞങ്ങളിലും ഏതെങ്കിലും പ്രത്യേക ദേവന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളിൽ പോലും പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്നു. എന്തെന്നാൽ ഭഗവാൻ ഏവരുടെയും പരമാത്മാവാകുന്നു. മാത്രവുമല്ല, വായുവിനെ പോലെ ആത്യന്തികവും ബാഹ്യവുമായി അദ്ദേഹം സർവ്വതിലും നിലകൊള്ളുന്നു. ആകയാൽ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതും അദ്ദേഹം മാത്രമാണ്. ഇപ്പോൾ ചിലരൊക്കെ ഇന്ദ്രനെ, ചന്ദ്രനെ മുതലായിട്ടുള്ള ദേവന്മാരെയൊക്കെ ആരാധിക്കും. അവർക്ക് യാഗാഗ്നിയിൽ നിവേദ്യങ്ങൾ സമർപ്പിക്കും. അങ്ങനെ എങ്കിൽ തന്നെയും എല്ലാവിധ അർപ്പണങ്ങളും ഒരു യജ്ഞകർമ്മി പരമദിവ്യോത്തമ പുരുഷനിൽ കൂടെ വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. ആരാധകന് അഥവാ യജ്ഞം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാവിധ ക്ഷേമങ്ങളും അഥവാ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നത് പരമപുരുഷനായ ഭഗവാൻ മാത്രമാണ്. ഭഗവാനെ സേവിക്കുന്നവർക്ക് അവർ ചോദിച്ചത് എന്തും കൊടുക്കുന്നത് സാക്ഷാൽ സർവേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. ചരവും അചരവുമായ ഏതിൻ്റെയും പരമാത്മാവ് അഥവാ ചൈതന്യമൂർത്തി ഭഗവാനാകയാൽ ഉപാസിക്കപ്പെട്ടാൽ പോലും ഭഗവത് അനുമതി കിട്ടാതെ ദേവന്മാർക്ക് യാതൊന്നു തന്നെ ചെയ്യാൻ കഴിയുകയില്ല. അതാണ് ചോദിക്കുന്നത്. ഭഗവാന്റെ ഉപാസന ചെയ്ത് കഴിഞ്ഞാലും ഭഗവാന്റെ അനുമതി കൂടി അല്ലാതെ മറ്റുള്ളവർക്ക് ഒന്നും, ഒരു ദേവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാ പരീക്ഷിത്ത് മഹാരാജാവ് തനിക്ക് ഇവിടെ ക്ഷേത്രീയ മതീയത്വം അധർമ്മബന്ധു എന്ന് പറയണ്ടല്ലോ അവിടെ. അപ്പോൾ ഇതിനെ കലിയെ ഓടിക്കാനുള്ള മാർഗത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തന്മേ ധർമ്മപദാം ശ്രേഷ്ഠ സ്ഥാനം അർഹസി എത്രയവ നീത് വത്സ അധിഷ്ഠം സ്ഥേനുശാസനം. അവിടുന്ന് എവിടെയാണോ ഞാൻ താമസിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ട് അങ്ങ് സ്ഥിരമായിട്ട് താമസിക്കേണ്ടതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തരും. അവിടുന്ന് ഞാൻ അങ്ങ് പറയുന്നതിനനുസരിച്ച് ജീവിച്ചോളാമെന്ന് കവി പറയുകയാണ് എന്ന് കലി പറയുന്നു ഭഗവാനോട് എന്നാണ്, പരീക്ഷിത്ത് മഹാരാജാവിനോട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കലി മഹാരാജാവിനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ച സമയത്ത് 4 സ്ഥലങ്ങൾ ഇരിക്കാനായിട്ട് കൊടുത്തു. അഭ്യർത്ഥിതസ്തദാ തസ്മൈ സ്ഥാനാനി കലയെ ദദൗ ദ്യൂതം പാനം സ്ത്രിയസൂനാഹ യത്രാ ധർമ്മശ്ചതുർവിധാം. അഭ്യർത്ഥിതഃ തദാ തസ്മൈ സ്ഥാനാനി കലയെ ദദൗ ദ്യൂതം പാനം സ്ത്രിയഃ സൂനാഃ യത്ര അധർമ്മ ചതുർവിധഃ. സുതഗോസ്വാമി പറയാണ്, ഇങ്ങനെ
കലിസത്വത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് പരീക്ഷിത് മഹാരാജാവ് 4 സ്ഥലങ്ങളിൽ കലിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കൊടുത്തു. ദ്യൂതം പാനം സ്ത്രീയസൂനാഹ, അതായത് ദ്യൂതം ഇത് ചൂതുകളി എന്നത്, പാനം മദ്യപാനം മുതലായത്, സ്ത്രീകൾ വേശ്യാതെരുവുകളിൽ, അങ്ങനെയാണ്. സൂനാഹ മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത്, അങ്ങനെ 4 സ്ഥലത്ത് ഇരിക്കാനായിട്ട് കലിക്ക് അനുവാദം കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആ ക്രമത്തിൽ വേദാന്തശാസ്ത്രങ്ങൾ കൂടെ നമ്മളെ ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇതാണ് എന്നാണ്. അപ്പം അങ്ങനെ അമിതമായ, അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ലഹരിയും, അതായത് പുകവലി, പുകയില, പാക്ക്, ചായ, കാപ്പി എന്നിവ പോലും തീർച്ചയായും നിരോധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമ്മളുടെ മനസ്സ് പരിശുദ്ധമായിട്ട് മാറുള്ളൂ എന്നാണ്. പുനശ്ചയാചമാനായാം ജാതരൂപമതാൽ പ്രഭു തതോ നൃതം പദം മതം കാമം വരോ ജജോ വൈരം ച പഞ്ചമം. അതായത് കലി പറയാണ്, പുനഃ ച യാചമാനായ ജാതരൂപം അതാൽ പ്രഭു തതഃ അനൃതം മദം കാമം രജഃ ഭയം വൈരം ച പഞ്ചമം. അതായത് തനിക്ക് താമസിക്കാൻ അത്രയും സ്ഥാനം പോരാ എന്നുള്ളതും കൂടുതൽ സ്ഥലങ്ങളിൽ അനുവദിച്ചു തരണമെന്ന് കലി അഭ്യർത്ഥിച്ച സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തോടു കൂടി മഹാരാജാവ് തൻ്റെ വീണ്ടും ആവർത്തിച്ച സമയത്ത് കലിക്ക് ഇരിക്കാനായിട്ട് ഒരു ഇരിപ്പിടം കൊടുത്തു. അതായത് സ്വർണം എന്നത്, ജാതരൂപം എന്ന് പറഞ്ഞാൽ സ്വർണം, ഉരുക്കിയ സ്വർണം. ആ സ്വർണത്തിലും കൂടിയും എനിക്ക് അതിനെ സ്വയം ഇരിക്കാനുള്ള മാർഗമായിട്ട് എനിക്ക് അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ സ്വർണം ഉള്ള സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്? വഞ്ചനയുണ്ട്, മദ്യപാനമുണ്ട്, ലഹരിയുണ്ട്, അത്യാർത്തിയുണ്ട്, അസൂയുണ്ട്, ശത്രുത. സ്വർണം കൂടുതലുള്ള സ്ഥലത്ത് ഇതെല്ലാം വരുന്നതാണ്. എന്നാൽ സ്വർണം കൂടുതലുണ്ട്, ആ സ്വർണം മുഴുവൻ ഭഗവാന് കൊടുക്കുകയാണെങ്കിലോ, ഭഗവാന്റെ പേരിലാണ് ഈ സ്വർണം നമ്മൾ കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് അഹങ്കാരം നമുക്ക് വരില്ല എന്നാണ്. അതാണ് ഭക്തന്മാരായിട്ടുള്ളവർക്ക് സുവർണം തകർന്നോറ് മാറോട് പോലെ എന്ന് പറയും. ഭക്തന്മാർക്ക് അവർക്കങ്ങു രത്നം ചരൽ കല്ലു പോലെ, സുവർണം തകർന്ന ഒരു മാറോട് പോലെ, ഒരു ഓടിൻ്റെ കഷ്ണം പോലെയാണ് അവരെ സംബന്ധിച്ച്, ഈ ഭക്തന്മാരെ സംബന്ധിച്ച് സ്വർണം എന്നത്. രത്നം വെറും കല്ല് പോലെ ആണ് അവർക്ക്. ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിധി എന്താണ്? സാക്ഷാൽ ഭഗവാൻ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. അവരെ നിധി, നാമനിധി എന്നാണ് പറയുക. നാമമാകുന്ന നിധി, രത്നം ആണ് അവരുടെ കയ്യിലുള്ളത്. അവരുടെ സ്വർണ്ണം എന്താണ്? ഭഗവാന്റെ തിരുനാമം ആണ്. അപ്പോൾ ആ തിരുനാമത്തിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭംഗിയായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുക. ദ്യൂതം പാനം സ്ത്രീയസൂനാഹ, മദ്യപാനം, അതേപോലെ ഇത് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ചൂതുകളി, വേശ്യാതെരുവുകൾ, അവിടെ അറവുശാലകൾ, ഇതിനെക്കുറിച്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പറയുന്ന സമയത്തൊക്കെ സൂക്ഷിക്കണം. അതായിട്ട് അടുപ്പുണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ ആപത്ത് വരിക എന്നുള്ളത് അറിയില്ല. ശ്രീമദ് ഭാഗവതം നമ്മളെ ഒരു ഗുരുനാഥനെ പോലെ ഉപദേശിക്കുകയാണ്. ഭാഗവതം വാസ്തവത്തിൽ ഒരു ഗുരുനാഥനും കൂടിയാണ്. ശ്രീമദ് ഭാഗവതം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആ ഗ്രന്ഥങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. ഭാഗവതം ഇല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം ഉണ്ടോ? ഭാഗവതം ഇല്ലാന്ന് മറ്റുള്ള പുരാണങ്ങളുണ്ടോ? ഭാഗവതം ഇല്ലെങ്കിൽ മഹാഭാരതം കഥ വല്ലവരും അറിയോ? ഇല്ല. അപ്പോൾ ഭാഗവതം ഏറ്റവും എല്ലാത്തിൻ്റെ എസൻസ്, സാരം സമുദ്രിതം, എല്ലാത്തിൻ്റെയും സാരമാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നിർത്തുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്, ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.